നമസ്കാരം. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈൻ സംഘടന NGO കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ സാമൂഹ്യ സംരംഭത്വ വികസന പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. സൈൻ സംഘടനയുടെ 40ാം ഘട്ട വാഹന വിതരണമാണ് ഇന്ന് എടവനക്കാട് പുളിക്കനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും സൈൻ ചെയർമാനുമായ AN രാധാകൃഷ്ണൻ വാഹന വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി ഇതുപോലെ സ്കൂട്ടർ വിതരണ പരിപാടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സുനിൽ സൂചിപ്പിച്ച പോലെ തയ്യൽ മെഷീനുകളും അതുപോലെ ലാപ്ടോപ്പുകളുമൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ വിതരണം ചെയ്യുകയുണ്ടായി. ഈ ഘട്ടത്തിൽ എനിക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന, കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി മാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അതിനപ്പുറത്ത് നമ്മുടെ സഹോദരിമാർ സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാവരെ പോലെ, പുരുഷന്മാരെ പോലെ സമൂഹത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാക്കാൻ സ്വയം പര്യാപ്തത നേടേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പല ആളുകൾ സൗജന്യമായ ഇത് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അവരോട് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് കുറെ മീൻ കൊടുക്കുന്നതിന് പകരം ഞങ്ങളുടെ താല്പര്യം അവർക്ക് സൗജന്യമായി ചൂണ്ട കൊടുക്കാനാണ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി മാറണം. ഇപ്പോൾ നമ്മുടെ ചെറിയ കുടുംബങ്ങളാണല്ലോ, ചെറിയ ന്യൂക്ലിയർ കുടുംബങ്ങളല്ലേ, ഭാര്യയും ഭർത്താവും 1-2 കുട്ടികളുടെ കുടുംബം. മക്കൾ പഠിക്കുമ്പോൾ നല്ല ചെലവുണ്ടാവും, പ്രാരാബ്ദം ഉണ്ടാവും. വീട് പണിതിട്ടുണ്ടെങ്കിൽ മാസം ബാങ്കിൽ പണമടയ്ക്കേണ്ടതായി വരും. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സഹോദരിമാരെ സംബന്ധിച്ച് ഈ ആധുനികമായ സാഹചര്യത്തിൽ സ്വന്തം കാലിൽ നിൽക്കണം. തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായും അവരോട് പറഞ്ഞത്, നിങ്ങൾ തുന്നൽ കേന്ദ്രങ്ങൾ തുടങ്ങണം. ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി. കുമിനി ടീച്ചറിന്റെ, തുഷാരയുടെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലും ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. ആ ക്ലസ്റ്ററുകൾ വഴി കുടനിർമ്മാണശാലകൾ, പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റുകൾ, ഹോട്ടലുകൾ, തയ്യൽ കേന്ദ്രങ്ങൾ, അതൊക്കെ വഴി വളരെ പരിമിതമായ കാലയളവിനുള്ളിൽ എല്ലാ സഹോദരിമാർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. സ്വന്തമായി സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങൾ MSMEയുമായി സഹകരിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ സ്വന്തം യൂണിറ്റ് നമ്മുടെ പ്രദേശങ്ങളിൽ തുടങ്ങാം. 4-5 സഹോദരിമാർ ഒരുമിച്ച് ചേർന്ന് സ്ഥാപനങ്ങൾ തുടങ്ങാം. അങ്ങനെ സ്വന്തമായി നിലനിൽക്കാൻ, മറ്റുള്ളവരെ പോലെ മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിലുള്ള സമത്വം, സ്ത്രീ പുരുഷ സമത്വം, അത് സാമ്പത്തികമായ രംഗത്ത് നമുക്കുണ്ടാക്കണം. അത് വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും ഉന്നതമായ പ്രൊഫഷണൽ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ എല്ലാ ആളുകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ, അവരുടെ പരിചയവും അവർ മുടക്കുന്ന സമയത്തേക്ക് അടിസ്ഥാനപ്പെടുത്തി അവർക്ക് ജീവിതത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പരിമിതമായ ചില സാധന സാമഗ്രികൾ വാങ്ങുന്നതിനപ്പുറത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും, ഞങ്ങൾ 100 കണക്കിന് ഹോട്ടലുകളാണ് കേരളത്തിൽ ആലോചിക്കുന്നത്, 100 കണക്കിന് യൂണിറ്റുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിയാത്മകമായ രീതിയിൽ വരുമാനമുണ്ടാക്കത്തക്ക രൂപത്തിൽ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്.
ഈ വൈപ്പിൻകരയിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ബിനീഷുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ വിജുവായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ വിനിലായിട്ട് ബന്ധപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടാക്കണം, നല്ല വരുമാനം ഉണ്ടാക്കണം, നല്ല അന്തസ്സോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും നല്ല സന്തോഷമുണ്ടാകട്ടെ, നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏണിംഗ് മെമ്പറായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അപ്പുറത്ത് സ്ത്രീ ശാക്തീകരണമെന്ന അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടിയിൽ സമ്മേളിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും കൂടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നമസ്കാരം. സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സൈൻ എന്ന സംഘടനയും NGO കോൺഫെഡറേഷൻ എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സാമൂഹ്യ സംരംഭകത്വ പദ്ധതി, സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് എടവനക്കാട് പുളിക്കനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരുചക്രവാഹനങ്ങൾ വനിതകൾക്കായി വിതരണം ചെയ്തത്. സൈൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ 65 കോടിയിലധികം രൂപയുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്ന് സൈൻ സംസ്ഥാന കോർഡിനേറ്റർ സുനിൽ കളമശ്ശേരി മുഖ്യപ്രഭാഷണത്തിൽ അറിയിച്ചു. ചടങ്ങിൽ BJP ചെറായി മണ്ഡലം പ്രസിഡന്റ് MV വിനിൽ അധ്യക്ഷത വഹിച്ചു. സൈൻ സംസ്ഥാന ട്രഷററും സംസ്ഥാന കോർഡിനേറ്ററുമായ KT ബിനീഷ്, BJP സംസ്ഥാന സമിതി അംഗം ES പുരുഷോത്തമൻ, BJP ചെറായി മണ്ഡലം സെക്രട്ടറി ഷാബിൻ ലാൽ, എളന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിന്താമണി ഷാജി, ഷീജ രജു, സൈൻ കോർഡിനേറ്റർമാരായ VV അനിൽ, ഷാജി കളത്തിൽ, AB ഉദയൻ, സൈൻ വനിതാ കോർഡിനേറ്ററായ തുഷാര N പിള്ളൈ, അംഗങ്ങളായ വിജു അഴീക്കൽ, വർഷ ഹരീഷ്, AG വിദ്യ, TB ബൈജു, PS ശ്യാംലാൽ, MD ദിനേശ്, PA അജീഷ്, രാധിക രാജീവ്, KS സിനോജ്, നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.